കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് 28 ദിവസം മുമ്പാണ് തിരൂർ സതീഷ് വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ധർമ്മരാജൻ വിവിധ ചാക്കുകളിലായി 8 കോടി രൂപ കൊണ്ടുവന്നുവെന്നും ബിജെപിയുടെ നേതാക്കൾ ചേർന്ന് ഈ പണം കൈകാര്യം ചെയ്തെന്നുമാണ് സതീഷിന്റെ വെളിപ്പെടുത്തൽ. സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ നിലവിലെ കൊടുങ്ങല്ലൂർ ACP VK രാജു തുടരന്വേഷണത്തിന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. തുടർന്നാണ് കോടതി അനുമതി നൽകിയത്. അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. കോടതി അനുമതിയെ തുടർന്ന് നാളെ തന്നെ തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കും. തൃശൂർ പോലീസ് ക്ലബ്ബിൽ രാവിലെ 11-നാണ് മൊഴിയെടുക്കൽ. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി തിരൂർ സതീഷ് പ്രതികരിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നാളെ പോലീസിനോട് മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടത്. എനിക്ക് നിലപാട് മാറ്റാനായിട്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് ലാഭേച്ഛ കൂടാതെ കാര്യങ്ങൾ പറഞ്ഞ ആളല്ലേ. പിന്നെ ഞാൻ എന്തിനു പറഞ്ഞതിലും മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരിത്രയും കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ എന്തിനു പിന്നെ അന്ന് ഞാൻ അവിടെ ഓഫീസിലിരിക്കുമ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ സാക്ഷിമൊഴി കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് പുറത്ത് പറയുന്നത്. തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നേരത്തെ കൊടകര കുഴൽപ്പണക്കേസിലും ഇവരെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതി ചേർത്തിരുന്നില്ല. റിപ്പോർട്ടർ, തൃശൂർ.